സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോഴും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ. ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. അതിനിടെ ഗവർണറെ അധിക്ഷേപിച്ച് CPM നേതാവ് M M മണി ഇന്ന് രംഗത്ത് വന്നു. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ചൊവ്വാഴ്ച ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരുമുറുകുമ്പോഴും ജനുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നിലപാടിൽ അധിക്ഷേപ പരാമർശവുമായി M M മണി MLA. ഭൂവികസന നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന നാലാന്തരത്തിലെ അഞ്ചാന്തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടെങ്കിലും വ്യാപാരികൾ ആവശ്യം നിരാകരിച്ചു. ഇതിനു പിന്നാലെ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. അതിനിടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും. 24 തിരുവനന്തപുരം.